മാറി നിൽക്കണോ അങ്ങോട്ട്? താൻ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത്? എന്താ കുട്ടി? 2 ദിവസം ഇയാളെന്റെ പുറകെ കൂടിയിട്ട് ഞാൻ പോകുന്നിടത്തൊക്കെ വരും, തട്ടലും മുട്ടലും. എന്താടാ, നിനക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഉണ്ട്. തനിക്ക് നല്ല പെങ്ങന്മാര് വല്ലതും ഉണ്ട്? വേണ്ട, ഞാൻ ഒത്തിരി പെശക. 4 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയതാ. ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാ ഇവള് സമ്മതിക്കണ്ടേ? ഇവള് പോകുന്നിടത്തൊക്കെ ഞാൻ പോവും, തട്ടുകയും മുട്ടുകയും ചെയ്യും. എവനെങ്കിലും ചോദിക്കാൻ വന്നാ കുത്തി കീറിക്കളയും ഞാൻ. വിടണം. അർജുന മാഷ്, അർജുന മാഷേ, ആളെ മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് 10 പേരെ മലർത്തിയടിക്കുന്ന കരാട്ടെ മാഷ. അയ്യോ പാവങ്ങള്, വെറുതെ ഇവരെ പേടിപ്പിക്കുന്നത് എന്തിനാ? ദേ മാഷ, ഇവനുണ്ടല്ലോ ഈ പെൺകുട്ടിയെ കുറെ നേരമായി ശല്യപ്പെടുത്തുക. ഞങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോ ഞങ്ങളെ കുത്തി കീറിക്കളയുന്നു. നമ്മുടെ നാടിന്റെ ശക്തി എന്താണെന്ന് എവനൊന്ന് കാണിച്ചു കൊടുക്ക്. ഡാ, ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അർജുന മാഷെ ഒന്ന് തൊട്ടു നോക്ക്. ഞാനേ അമ്പലത്തിൽ പോവാ. അതിനു മുമ്പ് ബലപരീക്ഷണം പാടില്ല. മാഷേ, എന്നെ ഒന്ന് രക്ഷിക്കും മാഷേ. സിവിൽ ഡ്രസ്സിൽ ഞാൻ ഫൈറ്റ് ചെയ്യാറില്ല കുട്ടി. പിന്നെ താൻ എന്ത് കരാട്ട മാഷാടോ? തനിക്കൊരു ചുക്കും അറിയില്ല. ഷട്ടപ്പ്! ഒരു പെണ്ണെന്നെ വെല്ലുവിളിക്കുകയോ? ആ അപമാനം! ഇവനെ അടിച്ചു വീഴ്ത്തി കരാട്ടയുടെ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ഈ സാധനം എവിടുത്തെയാണെന്ന് നോക്കി. ഇതെന്തു പറ്റി സാറേ? എവിടുന്നോ അടിയും വാങ്ങിച്ചോണ്ടൊന്ന് വണ്ടി കയറിയതാ. അപ്പം മുതൽ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക വണ്ടിക്കകത്തിരുന്ന്. അർജുന, അർജുന സാറേ ഒന്ന് ഇറങ്ങണം, അടുത്ത ഓട്ടം പോകാനുള്ളതാണ്. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ കാലത്തൊരു ഉപകാരം ചെയ്യാൻ പോയ ഇതാ അവസ്ഥ. താൻ എവിടുന്ന എന്നെ കൊണ്ടുവന്നേ? പൂന്തറക്കവലേന്ന്. അവിടെ വെച്ചാണല്ലോ ആളുകൾ കൈവച്ചത്. വണ്ടി കയറിപ്പോ ഒരു ബോധവും ഇല്ല. അത് സ്വതവേ ഇല്ല. കാശത്രേ? ഒരു 100 രൂപ തരണം. നീ ഇതെവിടെ നിന്ന് ഒപ്പിച്ചർജുന? വാ, നടക്ക്. എന്താടാ, എന്തു പറ്റി? ഒരു നന്മ ചെയ്യാൻ പോയതിന് കിട്ടിയ കൂലിയാ. നന്നായി പോയി. നിന്നെ തല്ലിയവനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാനൊരു പൂമാല അവന്റെ കഴുത്തിലിട്ട് കൊടുത്തേനെ. നാണമില്ലല്ലോടാ. പാവം ഓട്ടോ ഡ്രൈവർ വല്ലാതെ ബുദ്ധിമുട്ടി. കരുണ, ചാർജ് കൊടുക്കുമ്പോ എന്തെങ്കിലും കൂടുതൽ കൊടുക്കണേ. കൊടുത്തടാ, വണ്ടി പോവുകയും ചെയ്തു. കൊടുത്തോ? പോയോ? എനിക്ക് ബോധം വന്നുകൊണ്ടിരിക്കുക. ഇനി ഇതുപോലെ വഴി കിടന്നാ എടുത്തോണ്ട് വരാൻ പറയായിരുന്നു. ഞാനത് മറന്നും പോയി. കുഴപ്പമില്ല, ഇനി കൊണ്ടുവരുമ്പോ മറക്കാതെ പറഞ്ഞാ മതി. ആയിക്കോട്ടെ. അയ്യോ 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 അയ്യോ. കാര്യം എന്താന്ന് ചോദിക്കണ്ടേ ടീച്ചറെ? ചോദിച്ച എന്തെങ്കിലും ഒരു നാണം കെട്ട ന്യായം പറയും. ഓ, എനിക്ക് കേൾക്കണ്ട, മടുത്തു. ഏട്ടാ, ഈ പിള്ളേരോട് തല്ല് പിടിക്കുന്ന പോലെയാണോ ഗുണ്ടകളോട്? സത്യത്തിൽ ഏട്ടന് തല്ലാൻ അറിയാവോ? എടാ, ഞാൻ ശരിക്കും തല്ലിയതല്ലേ.
എന്റെ ഓരോ സ്റ്റെപ്പിനും എന്തായിരുന്നു കയ്യടി. നാട്ടുകാർ കൈയടിച്ച നിന്റെ ശരീരം വേദനിക്കുന്ന എങ്ങനെയാടാ? ഞങ്ങൾക്കൊരു ശീലമുണ്ട്. ആർക്ക്? കരാട്ടെ യോദ്ധാക്കൾക്ക്. ഞങ്ങൾ സ്റ്റെപ്പ് വിട്ട് കളിക്കില്ല. എതിരാളിക്ക് സ്റ്റെപ്പ് അറിയില്ലെങ്കിൽ ആദ്യം ഞങ്ങൾ അവരെ ഒന്ന് ഉപദേശിക്കും. കരാട്ടെ പഠിക്കാനോ? യെസ്, അതുവരെ ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെയാണ് മികച്ച കരാട്ടക്കാര് ക്ഷമയുള്ളവരാകുന്നത്. ഏട്ടൻ അയാളോടും കരാട്ട പഠിക്കാൻ പറഞ്ഞോ? പിന്നെ എന്നിട്ട് എന്നിട്ട് അയ്യോ, എൻ്റെ അമ്മോ! ചിരിക്കണ്ട. അയാള് നാടൻ തല്ല് ചെല്ലിയാ ഞാൻ എന്ത് ചെയ്യും? എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ കമഴ്ന്നു കിടന്നു. അയാൾ എപ്പ നിർത്തി? ആർക്കറിയാം. ബോധമില്ലാത്ത ഞാൻ എന്തിനാ അതൊക്കെ ഓർക്കുന്നത്? പക്ഷെ അവനെ ഞാൻ വെറുതെ നിനക്ക് ഇത്രയും കിട്ടിയത് പോരടാ. അവൻ എന്തെങ്കിലും കരാട്ടെ പഠിച്ചു എന്നറിഞ്ഞാ അന്ന് ഞാൻ അവനെ ഫൈറ്റിന് വിളിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഏട്ടന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തു വെക്കണം. എന്തിന്? അല്ല, ഈ സഞ്ജയനക്കത്തിലൊക്കെ ഇപ്പൊ ഫോട്ടോ വെക്കുന്നുണ്ട്. നീ വാ, ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട. ക്ഷീണുണ്ടേ കിടന്നോട്ടെ ഏട്ടാ, പാവം. അതുകൂടി നമുക്ക് കഴിക്കാലോ. ശരി വാ. സോറി. എന്റെ ദൈവമേ, അവൻ എന്തൊക്കെ ചെയ്തോ എന്തോ.